പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രയാഗ്രാജിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളിലേക്കാണ്. ബോട്ടിൽ ത്രിവേണി സംഗമത്തിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുന്നു. അല്പസമയത്തിനകം കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ടമായ ചടങ്ങായ സ്നാനം അദ്ദേഹം നടത്തുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ കൂടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉണ്ട്. ഇന്നലെ വരെയുള്ള കണക്കുകൾ, മഹാകുംഭമേള ആരംഭിച്ച് ഇന്നലെ വരെയുള്ള കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ 37 കോടി മനുഷ്യർ, 37 കോടി ജനങ്ങൾ കുംഭമേളയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്കുകൾ. ത്രിവേണി സംഗമത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി പ്രയാഗ്രാജിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഏറ്റവും പുണ്യം എന്ന് കരുതുന്ന, വിശ്വാസികൾ കരുതുന്ന സ്നാനം നിർവഹിക്കും. പി ബസന്ത് നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, എത്ര സമയമായിരിക്കും പ്രധാനമന്ത്രി പ്രയാഗ്രാജിൽ ചെലവിടുക? ഇന്നത്തെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് മറ്റ് വിശ്വാസികൾക്ക് അവിടെ എത്താനുള്ള ക്രമീകരണങ്ങളുമൊക്കെ എങ്ങനെയാണ്? ദിവിഷ, 1 മണിക്കൂറാണ് പ്രധാനമന്ത്രി പ്രയാഗ്രാജിലെ ഈ കുംഭമേളയുടെ സ്ഥലത്ത് ചെലവഴിക്കുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം പ്രയാഗ്രാജിൽ എത്തുകയും അവിടെ നിന്ന് ത്രിവേണി സംഗമത്തിലെ അറയിൽ ഘാട്ടിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നും അദ്ദേഹം ബോട്ടിലാണ് ത്രിവേണി സംഗമത്തിലേക്ക് പോകുന്നത്. അവിടെ 1 മണിക്കൂർ നീളുന്ന സ്നാനവും അതോടൊപ്പം തന്നെ പൂജാകർമ്മങ്ങളും നടത്തും എന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചത്. ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ അറയിൽ ഘാട്ടിൽ നിന്നും ത്രിവേണി സംഗമത്തിലേക്കുള്ള ബോട്ട് യാത്രയിലും ഒപ്പമുണ്ട്. ത്രിവേണി സംഗമത്തിൽ അദ്ദേഹം സ്നാനം ചെയ്യും. അവിടെ തന്നെ ഗംഗാ മാതയോടുള്ള പൂജയിലും പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ് പ്രധാനമന്ത്രിക്കുള്ളത്. 1 മണിക്കൂർ കഴിഞ്ഞാൽ അദ്ദേഹം മടങ്ങുകയും ചെയ്യും ഡൽഹിയിലേക്ക്. പക്ഷേ ഏറ്റവും നിർണായകമായിട്ടുള്ളത്, ഡൽഹിയിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ കുംഭമേളയിലേക്കുള്ള യാത്രയും അതോടൊപ്പം തന്നെ അവിടുത്തെ പൂജാകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ചടങ്ങുകൾ നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഏകദേശം 100 കോടി ജനങ്ങൾ ഈ കുംഭമേളയിൽ എത്തുമെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. ഫെബ്രുവരി 26-ന് ശിവരാത്രിയുടെ അന്ന് നടക്കുന്ന അവസാനത്തെ സ്നാനത്തോടു കൂടി കുംഭമേള സമാപിക്കും. പക്ഷേ പിന്നീടും ഒരു 10 ദിവസം കൂടി ഈ ചടങ്ങുകളൊക്കെ തുടരുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇതുവരെയായി ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോടിയിലധികം പേർ എത്തി എന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ. ഇനി ഒരു സ്നാനം കൂടിയുള്ളത് 10-ാം തീയതിയാണ്. 10-ാം തീയതി കഴിഞ്ഞാൽ പിന്നീട് 26-ാം തീയതി കൂടിയുണ്ട്. ഈ 2 സ്നാനങ്ങൾ കൂടി കഴിഞ്ഞാൽ കുംഭമേളയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാകുകയും ചെയ്യും. ശരി, 1 മണിക്കൂറോളമാണ് പ്രധാനമന്ത്രി പ്രയാഗ്രാജിൽ ചെലവിടുക. അദ്ദേഹം സ്നാനം നടത്തി മടങ്ങുകയും ചെയ്യും. നിലവിൽ 37 കോടിയിലേറെ ആളുകൾ ഇതുവരെ പങ്കെടുത്തു കഴിഞ്ഞു. നേരത്തെ തന്നെ ഏകദേശം 45 കോടി ആളുകളെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ 26-ാം തീയതി ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കൂടുതൽ 15 ലക്ഷത്തിലേറെ ആളുകളാണ് വിദേശത്ത് നിന്ന് കുംഭമേളയുടെ ഭാഗമാകാൻ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇനി